ഇപ്പൊ തൽക്കാലം ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാനതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ ഈ പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ലേ? പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ പോലും ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന, മതപരമായി നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ധാരണയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെയുള്ള മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണം. ഖാദിമാരാണ് മതവിധി പറയാറ്. അതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിട്ട് നിൽക്കണം. ഈ ഖാദി സ്ഥാനങ്ങൾ ഒഴിയണം. അദ്ദേഹത്തിന് അതിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണം. അത് വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഇല്ലാതാക്കും. ഇത് പറഞ്ഞതിനെയാണ് വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മതസമുദായത്തിലും ദുഷ്പ്രവണതകൾക്കെതിരായി ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നാണ് വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഉയരേണ്ടത്. അത് മഹാത്മാഗാന്ധി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യവും കൂടിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്ന സഹോദര മതസ്ഥരായ ആളുകളോട് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ഇതിൽ പങ്കെടുത്താൽ ഇതിനെ വേറൊരു തലത്തിലായിരിക്കും ഹൈന്ദവ സമുദായത്തിലെ വർഗീയ മനസ്സുള്ളവർ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മാറി നിൽക്കണം. മുസ്ലിം സമുദായത്തിലെ ഒരംഗം, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു പ്രാക്ടീസ് ചെയ്യുന്നയാൾ എന്നുള്ള നിലയിൽ, ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനാണ് ഇത് പറയേണ്ടത്. പ്രത്യേകിച്ച് എനിക്കെതിരായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നതാണ്. ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും അക്കാര്യത്തിൽ എനിക്കില്ലാതെ പോയതുകൊണ്ടാണ് ക്ലീൻ ചിട്ട് എല്ലാ ഏജൻസികളിൽ നിന്നും ലഭ്യമായത്. ഇനി ക്ലീൻ ചിട്ട് ലഭ്യമായിട്ടില്ല എങ്കിൽ അവരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീട്ടിലേക്ക്. അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഹവാല ഇടപാട് നടത്തുകയോ സ്വർണ്ണ കള്ളക്കടത്ത് പോയിട്ട് സ്വർണം യഥാവിധി കടത്താൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും, സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും, മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ, ഖാദി എന്നുള്ള നിലയിൽ, വിധികർത്താവ് എന്നുള്ള നിലയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞതിനെ ഇത്രമേൽ ശൗര്യത്തോടുകൂടി നേരിടേണ്ട കാര്യം എന്തുണ്ട്? ഒരൊറ്റ മതവിധിയുടെ പേരിൽ ഈ സ്വർണ്ണക്കടത്ത് മുഴുവൻ ഇല്ലാതാകുമെന്ന് പറയുന്നതിലൂടെ മുസ്ലിം സമുദായത്തെ ഒന്നാകെ ഒരു സംശയമുറയിൽ നിർത്തുകയല്ലേ ശരിക്കും ഒരു തരത്തിൽ താങ്കൾ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എല്ലാവരും സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ആകെ എത്രയോ 190 മറ്റോ എത്ര കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക? അവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക, മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യം നോക്കുക. അങ്ങനെയാണ് ഓരോ മതസമുദായങ്ങളിലും പരിഷ്കരണവും നവോത്ഥാനവും ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ജില്ല പ്രദർശിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതർമ്മ അത് പറയുക തന്നെ വേണം. കള്ളക്കടത്ത് ഭാഗങ്ങളിൽ ഒളിച്ചു കടത്തുക, അത് കൊടുവള്ളിക്കാരൻ ചെയ്താലും കരുവമ്പൂൽക്കാരൻ ചെയ്താലും പെണ്ണക്കോടുകാരൻ ചെയ്താലും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ആരും അങ്ങനെ ചെയ്യരുത്, രാജ്യദ്രോഹ കുറ്റമാണ് എന്ന്
ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിക്കിന്റെ ബാലൻസ് തെറ്റാനത് കാരണമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, എരുമ്പൊയ്ക്കാരൻ കടത്താൻ തുടങ്ങിയാൽ, കൊടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം, പറയണം. കൊല്ലരുത് നീയാ, കൊല്ലരുത് മാനിഷാദ, ഇന്ത്യയെ കൊല്ലരുത്. ഇതൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. ഒരു ഭാഗത്ത് പണം കുന്നുകൂടുകയും മറുഭാഗത്ത് മെലിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം അതിൽ ചെയ്യല്ലേ തലക്കെട്ട് കെട്ടിയവനെ, തൊപ്പിയിട്ടവനെ, നിസ്കാരത്തരമുള്ളവനെ. ഇത് പറഞ്ഞു കൊടുക്കൽ ആലിമിന്റെ നിർബന്ധമാണ്. അത് പറഞ്ഞു കൊടുക്കാതെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് നിസ്കാരത്തിന്റെ സത്വം പറയാം, മുവാലാത്തിനെ പറ്റി പറയാം, അത് മതി. മറ്റേതങ്ങനെ നടക്കട്ടെ. ഈ ഒരു ചിന്ത മുസ്ലിംമാരെ നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ മതി, അത് മതി. മല്ലുവിനാകാൻ 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്റെയും നിങ്ങളുടെയും ജനസമയത്ത് എന്താണ് നമ്മുടെ രക്ഷിതാവ്? ശരി, അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു മതവിധി കൊണ്ടാണോ ഈ കള്ളക്കടത്തിനെ തടയേണ്ടത്? നിയമം കൊണ്ടല്ലേ? തീർച്ചയായിട്ടും നിയമം കൊണ്ട് തന്നെയാണ്. നിയമം കൊണ്ട് ഇത് തടയാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മളെപ്പോഴും നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മതസമുദായ നേതാക്കളെയാണ് വിളിക്കുക. എന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ ഒക്കെ സമുദായാംഗങ്ങളെ അടക്കി നിർത്തണം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, മനസ്സിലാക്കണം. അതെന്തിനാ പറയുന്നത്? നമുക്ക് പട്ടാളത്തെ ഇറക്കി മുഴുവൻ വെടിവെച്ച് പ്രശ്നങ്ങൾ തീർത്തുകൂടെ? പോലീസിനിറക്കി വെടിവെച്ച് പ്രശ്നങ്ങൾ തീർത്തുകൂടെ? ഓരോ വിശ്വാസികളോടും അവരുടെ വിശ്വാസ കാര്യങ്ങളും പറയണം. വിശ്വാസപരമായും മതപരമായും ഇത് തെറ്റാണ്. നിയമപരമായിട്ട് ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ശിക്ഷയിലൂടെ അതില്ലാതാവും. പക്ഷേ മതപരമായിട്ടുള്ള ഒരു തെറ്റ് ഇവിടുത്തെ ശിക്ഷ മാത്രമല്ല, മരണപ്പെട്ട് പരലോകത്ത് ചെന്നാലും അവിടെ ശിക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് ആ കാര്യവും കൂടി പറഞ്ഞ് ഒരു തിന്മയെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറയുന്നത് എന്ത് തെറ്റാണ്? മറ്റുള്ളവരും ചെയ്യണം, ഉറപ്പല്ലേ? ഞാൻ പറയും, അത് അവര് ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തി എന്നുള്ള നിലയിൽ മുസ്ലിം സമുദായാംഗങ്ങൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് മതപരമായിട്ട് തന്നെ നിഷിദ്ധമാണ്, മതപരമായി ഇത് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അതെൻ്റെ ബാധ്യതയാണ്, അത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് എന്നെ വേട്ടയാടിയപ്പോൾ ഈ വികാരം എന്താ തോന്നാതിരുന്നത്? ഇവിടെ ആർക്കെങ്കിലും തോന്നിയോ? ഓ, ജലീൽ ഒരു മുസ്ലിമാണ്, ഓനെ എന്തിനാ ഇപ്പം ഇങ്ങനെ കിടങ്ങറാക്കണത്? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒലിമ്പഴ ഇടങ്ങറാക്കിക്കോട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വേട്ടപ്പട്ടിയെ പോലെ പിന്തുടർന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യത്തിൽ എനിക്കെതിരായി പ്രചരണം നടത്തി. അന്നില്ലാത്ത ഒരു മലപ്പുറം സ്നേഹം. ഞാൻ എന്താ മധ്യപ്രദേശുകാരനാ? ഞാനെന്താ തമിഴ്നാട്ടുകാരനാ? ഞാനും മലപ്പുറം ജില്ലക്കാരനാ. ആ മലപ്പുറം ജില്ലക്കാരനായ എന്നെ കൊത്തി വലിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുക്കും. ജാതി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ, സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മഹാനാണ് ശ്രീനാരായണ ഗുരു. ഹൈന്ദവ സമൂഹത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ജാതി മേൽക്കോയ്മക്കെതിരായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ചാവറയച്ചനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ അവരവരുടെ മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരു കാലത്തും ഒരു സമുദായത്തിലും നിന്നു പോകാൻ പാടില്ല. അതൊരു തുടർ പ്രക്രിയയാണ്. ഒഴുകുന്ന ഒരു നദി പോലെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ സമുദായത്തിനകത്ത്, ഓരോ സമുദായത്തിനകത്തും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ്
ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ്, നിങ്ങൾക്കറിയാം, പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കുരുവാക്കി സ്വർണം കടത്തി എന്നതുൾപ്പെടെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു. എന്തായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെയും സമീപനം? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കഴമ്പ് പോലും സത്യമില്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. സംഘപരിവാർ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗും കോൺഗ്രസും എന്തേ അത് ചെയ്തു? കോൺഗ്രസിൻ്റെ നേതാവ്, അന്നത്തെ UDF-ൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ MP ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രാജ്യത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതാ കേരളത്തിൽ ഒരു മന്ത്രി ജലീൽ എന്ന് പറയുന്നയാൾ മഹാപാതകം ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു ആ മഹാപാതകം? അത് മറ്റൊന്നുമല്ല, റംസാൻ കാലത്ത് UAE കോൺസുലേറ്റ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി വിതരണം ചെയ്യുന്ന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് സൗകര്യമൊരുക്കി കൊടുത്തു. ഈ കള്ളപ്രചാരണങ്ങളെ മുസ്ലിം ലീഗും കോൺഗ്രസും എത്രമാത്രമാണ് എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അവരെൻ്റെ വീട്ടിലേക്ക് എത്ര സമരങ്ങൾ നടത്തി. അന്നവർക്ക് ഞാനൊരു മലപ്പുറത്തുകാരനാണ്, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലപ്പുറത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വികാരം എന്തുകൊണ്ടുണ്ടായില്ല? ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്. ഈ കള്ളപ്രചാരണം എനിക്കെതിരെ നടത്തിയാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന ഒരു വിചാരം അവർക്ക് എന്തേ ഉണ്ടായില്ല? വേട്ടപ്പട്ടി ഓടുന്നത് പോലെയല്ലേ ലീഗും കോൺഗ്രസും BJP-യും ഉൾപ്പെടെയുള്ളവർ എൻ്റെ പിന്നാലെ ഓടിയത്? എന്നിട്ട് എന്തായി അവസാനം? എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ കണിക അതിലുണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഞാൻ ജയിലിൽ പോകുമായിരുന്നില്ലേ? എന്നെ തുറങ്കലിൽ അടക്കുമായിരുന്നില്ലേ? ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിന്, അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലടച്ചില്ലേ? എന്നിട്ടാണോ പിന്നെ ഒരു പുഴുവായിട്ടുള്ള ഞാൻ സത്യത്തിൻ്റെ ഒരംശമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു അവർ? ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടക്കുന്നു. ആ കള്ളക്കടത്ത് പോലീസ് പിടിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയേക്കാൾ കുറച്ചാണ് അവർ രേഖപ്പെടുത്തുന്നത്. ആ വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ആ വ്യത്യാസം എങ്ങോട്ട് പോകുന്നു മധ്യത്തിൽ കൊണ്ടുവരണം. അതിന് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെതിരായി ശക്തമായ നടപടി വേണം എന്നതായിരുന്നല്ലോ ഞാൻ ഉയർത്തിയ പ്രശ്നം. അതല്ലെങ്കിൽ അൻവർ നേരത്തെ പറഞ്ഞ പ്രശ്നം. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അപ്പം ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു കരിപ്പൂർ എയർപോർട്ട് മുഖേന എന്നുള്ളത് വളരെ ശരിയാണ്, ശരിയായൊരു കാര്യമാണ്. അപ്പം അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ആ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ല, ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അംഗങ്ങളായിട്ടുള്ള മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം, കാര്യങ്ങൾ പറയണം എന്ന് സൂചിപ്പിച്ചതിനെയാണ് വലിയ മലപ്പുറം വിരുദ്ധതയായും മുസ്ലിം വിരുദ്ധതയായും അവതരിപ്പിക്കുന്നത്. RSSകാർക്ക്, സംഘികൾക്ക് ഇത് മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരവസരമാക്കി ഞാൻ കൊടുക്കുന്നു എന്നാണ് ആക്ഷേപം. എവിടെയായിരുന്നു ഈ ആക്ഷേപക്കാർ എനിക്കെതിരായി കള്ളാരോപണങ്ങൾ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഉന്നയിച്ചപ്പോൾ?
ഒരു സംഘടനയും അതിനെതിരായി ഒരു പ്രതിഷേധ വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഒരാളും അതിനെതിരായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയില്ലല്ലോ. ഇന്ന് എനിക്കെതിരെ പ്രസ്താവന ഇറക്കിയ മലപ്പുറത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സംഘികൾക്ക് ഏണി വെച്ചു കൊടുക്കുന്നു എന്നാക്ഷേപിക്കുന്ന ലീഗിന്റെ നേതാക്കന്മാർ എന്റെ പിന്നാലെ ഓടുകയായിരുന്നില്ലേ? എന്നെ വേട്ടയാടി പിടിക്കാൻ, എൻ്റെ ചോരയ്ക്ക് വേണ്ടി, എൻ്റെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടി വെമ്പുകയായിരുന്നില്ലേ അവർ? ഞാൻ പറഞ്ഞത് വെറുതെയല്ല. NIA-യുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസുകാർ, അതുപോലെ തന്നെ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരെല്ലാവരും പറയുന്നത് ഇതൊരു വലിയ തെറ്റാണ് എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുന്നത്, സാർ, മതപരമായി ഇതൊരു തെറ്റായിട്ടുള്ള കാര്യം അല്ലല്ലോ എന്നാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നെന്നോട് ചോദിച്ചു. സത്യത്തിൽ ആ ചോദ്യമാണ് പലരുമായിട്ട് ഞാൻ പങ്കുവെച്ചത്, ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞത്. പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ, മുസ്ലിം ലീഗുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ, ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മതസംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ, ഇമാം ഗസാലിയുടെ യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാർ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാ രംഗത്തേക്ക്, നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല. ലീഗ് അവരുടെ വേദികളിൽ ഇത്തരക്കാരെ അണിനിരത്തി പ്രസംഗിപ്പിച്ചു. ആരുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ തൽക്കാലം. ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ, അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.